കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ഫെബ്രുവരി 11 പിറവത്ത്. കേരള കോൺഗ്രസ് എം സംസ്ഥാന ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥയാണ് പിറവത്ത് എത്തിച്ചേരുന്നത്. ചിൽഡ്രൻസ് പാർക്കിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PR മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ഫെബ്രുവരി 11 പിറവത്ത് വെച്ചാണ് LDF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. കേരള കോൺഗ്രസ് എം സംസ്ഥാന ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖല ജാഥയാണ് പിറവത്ത് എത്തിച്ചേരുന്നത്. ചിൽഡ്രൻസ് പാർക്കിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PR മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ ജാഥ സംഘടിപ്പിക്കപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയില്ല. പിറവം അസംബ്ലി മണ്ഡലം അടക്കമെടുത്താൽ നമ്മുടെ ഈ ആഗ്രഹത്തിനൊത്ത്, നമ്മുടെ പ്രതീക്ഷക്കൊത്ത് ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ല നമുക്കുണ്ടായത് എന്ന് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായതെന്ന് പരിശോധിച്ചാൽ, ജനോപകാരപ്രദങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒരു വൈമുഖ്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനായി എല്ലാ വിധത്തിലുള്ള ശക്തികൾ ഒന്നിച്ചണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജിൻസൺ വി പോൾ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ പ്രവർത്തകർ എത്തിച്ചേരുന്ന ജാഥ ശ്രീ ജോസ് കെ മാണി നയിക്കുന്ന ജാഥയാണ്. ഫെബ്രുവരി മാസം 11-ാം തീയതി 3 മണിക്കാണ് നമ്മൾ ഇവിടെ സ്വീകരണം കൊടുക്കേണ്ടത്. ആ സ്വീകരണ പരിപാടികൾ ഏറ്റവും മികച്ചതും ഈ പ്രവർത്തക പൗരാവലി മുഴുവൻ, ഈ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ പ്രവർത്തകരും അനുഭാവികളും യുവജന സംഘടനാ ഭാരവാഹികളടക്കം വലിയ തരത്തിലുള്ള ഒരു സ്വീകരണം നമുക്ക് നൽകാൻ കഴിയണം. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KN ഗോപി, കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടറി ടോമി കെ തോമസ്, സോജൻ ജോർജ്, KP സലീം, MM അശോകൻ, MM ജോർജ്, രാജു തെക്കൻ, ഡോജിൻ ജോൺ, VR സോമൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഈ ജാഥ ഗംഭീര വിജയമാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കുമുണ്ട്. ആ വിജയം ഉറപ്പുവരുത്തുവാനും ജാഥ സംഘടിപ്പിക്കുന്ന അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാനും തീരുമാനമെടുക്കുവാൻ വേണ്ടിയാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. സംസ്ഥാന ജാഥയ്ക്ക് മുന്നോടിയായി നിയോജക മണ്ഡലത്തിൽ ഫെബ്രുവരി 2, 3, 4, 5 തീയതികളിൽ വികസന ജാഥ സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. മഴക്കാലത്ത് ഡിഷ് ആന്റിനകൾ നല്ല പണി തരും. മാറൂ കേരള വിഷൻ ഫ്രീ കേബിൾ ടിവിയിലേക്ക്. കേരള വിഷൻ KV ഫ്രീ സെറ്റ് ബോക്സ്, ഫ്രീ കണക്ഷൻ ഇനി ഫ്രീ ആയി കാണും.